ഹായ്, ദിസ് അശ്വിൻ പ്രസാദ്. ഞാനിന്ന് ആക്ച്വലി ഏത് സിനിമ കാണുമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്താണ് ആമസോൺ പ്രൈമിൽ കുബേര എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസായത്. എനിക്ക് തോന്നുന്നു യെസ്റ്റർഡേ ആണെന്ന് തോന്നുന്നു റിലീസായത്. അപ്പോൾ ഡയറക്ടറിന്റെ പേര് നോക്കിയപ്പം ശേഖർ കാമുല്ല, ഹാപ്പി ഡേയ്സിന്റെ സംവിധായകൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ധനുഷാണ് ലീഡ്, നാഗാർജുനയുണ്ട്, പിന്നെ രാശ്മിക മന്ദാനയുണ്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയപ്പോഴാണ് സിനിമയുടെ ലെങ്ത് 3 മണിക്കൂറുണ്ട് സാധനം. അപ്പോൾ ഈ 3 മണിക്കൂർ കൊണ്ടിട്ടാണ് ഈ ഒരു ത്രെഡ് പറഞ്ഞു പോകുന്നത്. ഞാനിത് കണ്ടു തുടങ്ങിയപ്പോഴേ ഈ കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു സബ്ജക്റ്റ് ഒരുപാട് തമിഴ് പടത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും സ്റ്റിൽ ഈ ഒരു സ്റ്റോറിയുടെ മൂവ്മെന്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്തും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ്, മണിയാണ് മെയിൻ റീസൺ. കാരണം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇതിന്റെ അവസാനം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തിലോട്ട് നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ധനുഷ്, അതുപോലെ തന്നെ രാശ്മിക മന്ദാന. രാശ്മികയുടെ ക്യാരക്ടർ പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ക ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷിന്റെ ക്യാരക്ടർ, ധനുഷ് ആക്ച്വലി ഈ പടത്തിൽ മീറ്റർ പിടിച്ചത് കുറച്ച് കൂടിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളിക്കാരൻ എല്ലാ സിനിമയ്ക്കകത്തിലും ഒരു മീറ്റർ ഉണ്ട്, ആ മീറ്ററിനുള്ളിലേ നിൽക്കത്തുള്ളൂ. പക്ഷെ ഇതിനകത്തിൽ എന്താണെന്ന് അറിയത്തില്ല, പടത്തിന്റെ ലെങ്ത് ഇത്ര ആയതാണോ അതോ ക്യാരക്ടർ അങ്ങനെ ആയതാണോ, എനിക്ക് ഡൗട്ടാണ്. പുള്ളിക്കാരൻ അഭിനയിച്ച് അങ്ങ് മെഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നാഗാർജുന പക്ക ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരൻ. ഗെറ്റപ്പും കാര്യങ്ങളും ആ ഒരു ഇമോഷണൽ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. സബ്ജക്റ്റ് പല തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നിക്കും. കാരണം മണി മാറ്റേഴ്സ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഈ സിനിമ വീണ്ടും വീണ്ടും ഈ ഒരു സബ്ജക്റ്റ് കണ്ട് മടുത്തതാണെങ്കിലും കാണും. അപ്പൊ ഞാനും അതുപോലെ തന്നെ ഫുള്ള് കണ്ടു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്കൊരു എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ ഇതിനകത്തിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത്ര വലിയ സീനോ, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഹൈ ലെവലിൽ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഹുക്കിംഗ് പോയിന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. പക്ഷേ എന്നാലും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ധനുഷ് ഉണ്ടായതുകൊണ്ട്, രാശ്മിക ഉണ്ടായതുകൊണ്ട്, നാഗാർജുന ഉണ്ടായതുകൊണ്ട് ഭയങ്കര രസമാണ് ഈ സിനിമ കണ്ടിരിക്കാൻ. ഇതിനകത്തിൽ ശേഖർ കാമുല്ല ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ ഹാപ്പി ഡേയ്സ് പോലെ 1, 2, 3 പടങ്ങൾ ചെയ്തിട്ട് പിന്നെ വേറൊരു സ്ഥിരം ഒരു കൊമേഴ്ഷ്യൽ തെലുങ്ക് പടങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത് ടോട്ടലി. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിലോട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റർലി ഡിഫറെന്റ് ഒരു പരിപാടി പുള്ളി പിടിക്കുന്നത് ഇതിനകത്തിലാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം. ഇതൊരു ഒറിജിനൽ തെലുങ്ക് ഫിലിമാണ്. കാരണം ഡയറക്ടർ ആണെങ്കിലും എല്ലാം തെലുങ്ക് ആക്ടേഴ്സും കാര്യങ്ങളും. ധനുഷ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു തമിഴിൽ നിന്നുള്ള ഒരു ആക്ടർ ഇതിനകത്തിൽ. തെലുങ്കിൽ തന്നെ കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ പക്ഷെ മലയാളം ഡബ്ബാണ് കണ്ടത്. മലയാളം നല്ല ക്വാളിറ്റി ഡബ്ബാണ്, നല്ല പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്ന ഡബ്ബാണ്. എനിക്ക് ഒരു വോയിസ് പോലും അത്ര മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം ലെവലിൽ ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ഡബ്ബിങ് നല്ലൊരു ചോയ്സ് ആയിരിക്കും. തെലുങ്ക് കാണുന്നവർ തെലുങ്ക് തന്നെ കാണാം. ഞാൻ 3 മണിക്കൂറുണ്ടായിട്ട് സബ്ടൈറ്റിലൊക്കെ വായിച്ച് പോകണ്ടേ, ഒന്നാമത് കണ്ണൊക്കെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു മലയാളം കാണാം. എന്തായാലും കൊള്ളായിരുന്നു.